അസ്സലാമു അലൈക്കും. എല്ലാവർക്കും റാഹത്ത് തന്നെയല്ലേ? അപ്പോൾ ഇതാ ഇന്ന് ഭയങ്കര കിച്ചൺ മോശമായിട്ട് കിടക്കും. അപ്പോൾ നമ്മൾ മാത്രം മുൻചാൽ മതിയാ, നമ്മൾ കിച്ചണും മുൻചാണ്ടേ. അങ്ങനെ വിചാരിച്ചിട്ട് ഞാനിതാ ആദ്യം 2 ബൗൾ, കാരണം പുട്ടുപൊടിയും ഇറച്ചി മസാലയും ഉണ്ടായി. അതിനെ പിന്നെ ഇതാ 2 പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തു. നമ്മൾ മാത്രം എപ്പോഴും ചന്തയെങ്കിൽ മതിയാവില്ലേ, നമുക്ക് കിച്ചണെല്ലാം അങ്ങനെ ഒരു ചന്താക്കണ്ടേ. അങ്ങനെ പിന്നെ ഇതാ ഞാൻ ഇറച്ചിൻ്റെ മസാലയും ഇട്ട്, പിന്നെ ആ പാത്രത്തിലുണ്ടായി കുറേ കഥാങ്ങളുണ്ടായി. അങ്ങനെ പിന്നെ ഞാനതാ പാത്രവും കഥാൻ കഴിഞ്ഞു. പിന്നെ പാത്രം കതിയിട്ടും എല്ലാം ഒപ്പിച്ചുകൊണ്ട് വന്നു. പിന്നെ പ്ലേറ്റും എല്ലാം എടുത്തിട്ടെല്ലാം ഉണ്ടായി. അങ്ങനെ പിന്നെ തുന്ന പ്ലേറ്റ് എല്ലാം അടഞ്ഞുണ്ടായി. പിന്നെ അതെല്ലാം കതിക്കൊണ്ട് വന്നിട്ടായിട്ട് ഗ്യാസാണോ ഞാൻ എപ്പോഴും ആദ്യം ക്ലീനാക്കാൻ വരുന്നത്. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഗ്യാസിനെ ആദ്യം ക്ലീനാക്കിയാൽ തന്നെ 1/4 ഭാഗവും ക്ലീനായ പോലെ. അതിനെ കൊണ്ടാണ് ഞാൻ എപ്പോഴും. അപ്പോൾ നിങ്ങളും എപ്പോഴും അങ്ങനെ ഗ്യാസാണോ ആദ്യം ക്ലീനാക്കുന്നുണ്ടെങ്കിൽ ഒന്നും കമൻറ്റ് ചെയ്യുക. പിന്നെ ഗ്യാസിൻ്റെ താഴെയും അവിടെ എല്ലാം ഞാനിതാ സ്പോഞ്ച് വെച്ചിട്ടൊന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ തന്നെ തോർത്തിക്കൊണ്ടേ വന്നുകൊണ്ടുണ്ട് തുണി വെച്ചിട്ട്. അങ്ങനെ പിന്നെ ആ ഗ്യാസിൻ്റെ മറ്റേ ഇതില്ലേ, അതും ഞാൻ കതിയിട്ടായിട്ട് ഗ്യാസിൽ തന്നെ വെച്ച്. പിന്നെ അവിടെ സൈഡ് ക്ലീനാക്കാനും ഉണ്ടായി. അങ്ങനെ പിന്നെ ആർക്കും കുറച്ച് വെള്ളം സ്പ്രെഡാക്കി കൊടുത്തിട്ട് ആടെ ഒന്ന് അങ്ങനെ കതിക്കൊണ്ട് വന്നു. പിന്നെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നോർമൽ ടവൽ വെച്ചിട്ട് ആടെ ഒന്ന് തോർത്തി. പിന്നെ ഇപ്പുറത്തെ സൈഡുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ ആ ഗ്ലാസ് എല്ലാം എടുത്തിട്ട് പിന്നെ അവിടെ മണി പ്ലാന്റ് ഉണ്ടായി, അതും എടുത്തിട്ട് പിന്നെ ആടെയും അങ്ങനെ ക്ലീനാക്കി. പിന്നെ എടുത്ത സാധനമെല്ലാം ബൈക്ക് അങ്ങനെ റിട്ടേൺ വെക്കണ്ടേ. അങ്ങനെ പിന്നെ അതിനെയും ഞാൻ വെച്ച്. അങ്ങനെ ഓരോരോ കപ്പും പിന്നെ നമ്മൾ ഗ്ലാസും അതെല്ലാം ഞാനവിടെ വെച്ച്. പിന്നെ നമ്മളവിടെ പാത്രത്തിൻ്റെ സ്റ്റാൻഡ് ഉണ്ടായിനെ, ആ സ്റ്റാൻഡും എടുത്ത് അവിടെ എണ്ണൻ്റെ കുപ്പി ഉണ്ടായി, അതും എടുത്തിട്ട് ഞാൻ പുറത്ത് വെച്ച്. പിന്നെ ആടെയും കുറച്ച് വെള്ളമെല്ലാം സ്പ്രെഡാക്കി കൊടുത്തിട്ട് അങ്ങനെ ആടെയും അങ്ങനെ സ്പോഞ്ച് വെച്ചിട്ട് ഞാനും അങ്ങനെ ഒന്ന് തുടച്ചെടുത്ത്. അവിടെ മൊയിലും അവിടെല്ലോ നമ്മൾ അങ്ങനെ ഡെയിലി ക്ലീനാക്കിയെങ്കിലേ നമുക്ക് കുറേ കഷ്ടമാവില്ല. എപ്പോഴും ക്ലീനാക്കുക തന്നെയല്ലേ, എപ്പോഴും ആ ഒരു നീട്ടിരിക്കും. നമ്മൾ കിച്ചണിലേക്ക് വരുമ്പോൾക്ക് നല്ലൊരു റീഫ്രഷ്മെൻറ്റ് ഇരിക്കും. കാരണം പെണ്ണുങ്ങൾ അധികം ഇരിക്കുന്ന കിച്ചണിൽ തന്നെയല്ലേ, കുറച്ച് സമയമല്ലേ നമ്മൾ പുറത്തിരിക്കല്. അപ്പോൾ നമ്മൾ അങ്ങനെ ക്ലീനെല്ലാം ആക്കിയിട്ട് വെച്ചെങ്കിൽ നമുക്ക് കിച്ചണിക്ക് ഭയങ്കര ഒരു റീഫ്രഷ്മെൻറ്റ് ആയിട്ടിരിക്കും. അങ്ങനെ പിന്നെ നമ്മൾ സോപ്പിൽ തുടച്ചിട്ട് കൊടുത്തുമ്പോഴേക്കും അങ്ങനെ ടവലിൽ തുടക്കണ്ടേ. അങ്ങനെ പിന്നെ അതും ഞാൻ തുടച്ചിട്ട് കൊടുത്തു. പിന്നെ ഇപ്പുറത്തെ ഭാഗത്ത് എണ്ണൻ്റെ ചട്ടിയും ചൂട് പാത്രവും അങ്ങനെ ഒരു കുപ്പിൻ്റെ ജാറും അങ്ങനെ എല്ലാം ഉണ്ടായി. പിന്നെ അതിനെല്ലാം ഞാൻ എടുത്തിട്ട് ആ മൂലക്ക് വെച്ച് ആടെയും ഒന്ന് അങ്ങനെ ക്ലീനാക്കി കൊടുത്തു, സ്പോഞ്ചും വെച്ചിട്ട്. പിന്നെതാ ഞാനവിടെ ടവലും വെച്ചിട്ട് തോർത്തിക്കൊണ്ട് വന്നു. പിന്നെ അവിടെ മൊയിലും കാര്യങ്ങളും എല്ലാം തോർത്തിക്കൊണ്ട് വന്നു ഞാൻ. പിന്നെ നമുക്ക് നെല്ല് കഥാനും പിന്നെ ബേസിൻ കഥാനും എല്ലാം ഉണ്ടായി. അങ്ങനെ ഞാൻ നെല്ലിൻ്റെ അവിടെ എല്ലാം കഥാനും കീഞ്ഞു. പിന്നെ ബേസിനും കാര്യങ്ങളെല്ലാം സ്പോഞ്ച് വെച്ചിട്ട് ഞാൻ കഴുകി. പിന്നെ നെല്ലെല്ലാം കഥാനുണ്ടായി. നമ്മൾ ഡെയിലി നെല്ലെല്ലാം ഇല്ലേ കയ്യെങ്കിലേ അതിൽ അങ്ങനെ വേസ്റ്റും കാര്യങ്ങളൊന്നും ഇരിക്കാല്ല. നമ്മൾ അങ്ങനെ ഡെയിലി ഈ നമ്മളെ ബേസിന് പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ ഈ പാത്രം കതിയിൽ പിന്നെ കുറേ ആൾക്കാർ ബേസിനിലൊക്കെ തന്നെ വേസ്റ്റെല്ലാം ഇടാറുണ്ട്. അപ്പോൾ അങ്ങനെയെല്ലാം ഇട്ടങ്ങ് മോര് പെട്ടെന്ന് വെള്ളം പോകുന്നതെല്ലാം ചെറുങ്ങനാവും, ബ്ലോക്കാവും, സ്ലോ ആവും. അപ്പോൾ ഞാൻ അങ്ങനെ വേസ്റ്റ് ഒന്നും ഇടാം കാല, ഒരു ചെറിയ ഒരു തരി പോലെ ഇടാം കാല. അപ്പോൾ ഞാൻ നെല്ലും കാര്യങ്ങളെല്ലാം കഴുകി, ബേസിനും കാര്യങ്ങളെല്ലാം ഞാൻ കഴുകിയിട്ട് അങ്ങനെ വെള്ളം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ആക്കിയിട്ട് കൊടുക്കുന്നു. കാരണം ആ സോപ്പിൻ്റെ നൊരെല്ലാം പോകണ്ടേ. അങ്ങനെ പിന്നെ നമുക്കായി. പിന്നെ നമ്മൾ ആ ഇത്ര നേരം വെച്ചിട്ട് നമ്മൾ ഇതാക്കിയ ആ ഒരു ടവൽ കൊണ്ട് ഞാൻ എല്ലായിടത്തും തോർത്തിക്കൊണ്ട് വന്ന നെല്ലും കാര്യങ്ങളും എല്ലാം
തോർത്തിക്കൊണ്ട് വന്നിട്ടായിട്ട് നമ്മൾ എപ്പോഴും വെക്കുന്ന ഈ ഡിഷ് വാഷറും കാര്യങ്ങളും എല്ലാം ഞാൻ അങ്ങനെ വെക്കാട് എടുത്ത സ്ഥലത്ത് തന്നെ വെക്കണമല്ലേ. അങ്ങനെ പിന്നെ ഞാൻ അവിടെ തന്നെ വെച്ച്. പിന്നെതാ നമുക്ക് ഈ ടവലൊന്ന് ഓമ്പാനുണ്ടായി. അങ്ങനെ പിന്നെ ആ ടവലും ജസ്റ്റ് ആ സൈഡെല്ലാം തോർത്തിട്ടായിട്ട് ആ ടവലും ഞാൻ ഓമ്പി. ഓമ്പിറ്റായിട്ട് അതിന് നന്നായിട്ട് അങ്ങ് മിഡ്ക്കിൽ തന്നെ ഫുള്ള് പീനിറ്റായിട്ട് നെല്ലും ബന്ധാക്കിയിട്ടായിട്ട് നമ്മളവിടുന്ന് കുറച്ചോ ഇതാക്കിയിട്ട് അവിടെ ടവലും വെച്ച് ടവൽ പിന്നെ മടക്കിയിട്ട് വെച്ച് അങ്ങനെ നമ്മൾ കിച്ചൺ ക്ലീനിങ് കഴിഞ്ഞിന്. അപ്പോൾ നമ്മളെ കിച്ചൺ ക്ലീനിങ് കഴിഞ്ഞപ്പോഴുള്ള ആ ഒരു കാണുമ്പോൾ ഒരു ഭംഗിയുണ്ടല്ലേ, ഇത് വേറെ തന്നെ ഒരു ഫീല്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ കിച്ചൺ ഡെയിലി ക്ലീൻ ആക്കുന്ന ആളെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മാത്രമല്ല സബ്സ്ക്രൈബും ചെയ്യുക. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി അമർത്താം.